കല്ലമ്പലത്ത് കക്കൂസ് മാലിന്യം തോട്ടിൽ ഒഴുക്കുന്നതിനിടെ ഡ്രൈവറെയും ടാങ്കർ ലോറിയെയും നാട്ടുകാർ പിടികൂടി. കൊട്ടിയം സ്വദേശി റോബിനാണ് അറസ്റ്റിലായത്. കല്ലമ്പലം തട്ടുപാലത്താണ് സംഭവം. കഴിഞ്ഞ കുറേ നാളുകളായി കല്ലമ്പലത്തും പരിസര പ്രദേശങ്ങളിലും രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും തള്ളുക പതിവായിരുന്നു. കക്കൂസ് മാലിന്യം ഹൈവേയുടെ പണി നടക്കുന്ന കടമ്പാട്ടുകോണം, ഫാർമസി ജംഗ്ഷൻ, തട്ടുപാലം, പുതിയ ബൈപ്പാസ്, ഇടവഴികൾ, വയലുകൾ എന്നിവിടങ്ങളിലാണ് വ്യാപകമായി ഒഴുക്കുന്നത്. ഇതുമൂലം പരിസരവാസികൾക്ക് വിവിധ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് കഴിഞ്ഞ 3 ആഴ്ചയായി തട്ടുപാലത്ത് നാട്ടുകാർ സംഘടിച്ച് വാഹനം പിടിക്കാൻ രാത്രിയിൽ ഒളിച്ചിരിക്കുക പതിവായിരുന്നു. 3-4 ദിവസം മുമ്പ് രാത്രിയിൽ തട്ടുപാലത്ത് ടാങ്കർ വാഹനം മാലിന്യം ഒഴുക്കുന്നത് കണ്ട് നാട്ടുകാർ വാഹനം പിന്തുടർന്നെങ്കിലും അമിത വേഗതയിൽ വാഹനം ചാത്തമ്പാറ ഭാഗത്തേക്ക് ഓടിച്ചു പോയതിനാൽ പിന്തുടർന്ന് പിടിക്കുവാൻ കഴിഞ്ഞില്ല. വാഹനത്തിന്റെ നമ്പർ നാട്ടുകാർ പോലീസിന് കൈമാറി. തുടർന്നാണ് വാഹനത്തിന്റെ ഡ്രൈവറെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓടിപ്പോയ ക്ലീനറിനായി അന്വേഷണം നടക്കുന്നു. വണ്ടിയുടെ രജിസ്ട്രേഡ് ഉടമസ്ഥൻ കായംകുളം സ്വദേശിനിയായ പുഷ്പമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ടാങ്കർ ലോറി കൊട്ടിയം സ്വദേശി റോബിന് വാടകയ്ക്ക് നൽകിയതാണെന്ന് വ്യക്തമായി. ടാങ്കർ ലോറിയുടെ ഉടമയെയും ഇപ്പോൾ കൈവശക്കാരനായ റോബിനെയും പ്രതി ചേർക്കുമെന്ന് കല്ലമ്പലം പോലീസ് സബ് ഇൻസ്പെക്ടർ എം സാഹിൽ അറിയിച്ചു. 1-ാം പ്രതി പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ടാങ്കർ ലോറി കോടതിക്ക് നൽകുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചു. ഭാരത് വിഷൻ, കല്ലമ്പലം.